മാറങ്ങോട്ട്. ശിവാനി വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. എവിടേക്ക്? ഈശ്വരമംഗലത്തേക്കോ? എന്തിന്? അവിടെ കൊണ്ടുചെന്ന് പാർവതി എന്നെ കൊണ്ട് വീണ്ടും തല്ലിക്കാനോ? അമ്മ നിന്നെ തല്ലിയതിന്റെ കാര്യമൊക്കെ നമുക്ക് വഴിയെ കണ്ടുപിടിക്കാം. അതിന്റെ കാരണം ഞാൻ കണ്ടെത്തുകയും ചെയ്യും. പിന്നെ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് അതിലൊരു പങ്കുമില്ലാന്ന് അല്ലേ? വെറുതെ ആളെ പൊട്ടനാക്കാൻ നോക്കല്ലേ. വേണ്ടതെല്ലാം കാണിച്ചു വിട്ടിട്ട് അഭിനയിക്കാൻ വന്നിരിക്കുന്നു. ഗർഭിണിയായ ഒരു പെണ്ണിനെ നീ മരണത്തിലേക്ക് തള്ളിവിടാൻ നോക്കിയ കാരണമൊക്കെ എനിക്കറിയാം. നിനക്ക് മുന്നേ എന്റെ മോള് ഈശ്വരമംഗലത്തിന്റെ അനന്തര അവകാശിക്ക് ജന്മം കൊടുക്കുന്നതിലെ അസൂയല്ലേ നിനക്ക്? അസൂയയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ ഇവളെ ആത്മഹത്യ ചെയ്യാൻ വന്ന കാര്യം, ഇവളെ എനിക്കറിയാത്തതൊന്നും അല്ലല്ലോ. ഈ പാലത്തിൽ കൊണ്ടുവന്ന് താഴേക്ക് തള്ളിയിടാൻ നോക്കിയാലും ഇവള് ചാടില്ല. എടാ മോനെ, ദേ ഇവള് ഇങ്ങനെ പറഞ്ഞ എരിവ് കയറ്റുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നറിയോ? ശിവാനി ചെയ്യില്ല എന്ന് പറയുമ്പോ ആ വാശിക്കെങ്കിലും ഇവൾ ആത്മഹത്യ ചെയ്യട്ടെ എന്ന് കരുതിയിട്ടാവും. പ്രണവേ, എന്നെ ഇനി നിർബന്ധിക്കരുത്. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇനി ഈശ്വരമംഗലത്തേക്ക് വരില്ല. ഇനി ശിവാനി വരണോന്ന് പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് വിടുകയില്ല. പിന്നെ അമ്മായി എന്താ ചെയ്യാൻ പോകുന്നത്? സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോവാണോ? അപ്പൊ അതാണ് നിന്റെ ആഗ്രഹമല്ലേ? എന്നെ എങ്ങനെയെങ്കിലും ഈശ്വരമംഗലത്തിൽ നിന്ന് പുകച്ച് പുറത്ത് ചാടിച്ചിട്ട് നിനക്കവിടെ രാജ്ഞിയായിട്ട് വാഴണം. ഇപ്പൊ നിന്നെ ഈശ്വരമംഗലത്തേക്ക് തിരിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് എന്റെ ആവശ്യമാണ്. നീ വന്നേ പറ്റൂ. നീ വിളിച്ച ഉടനെ മാലും ചുരട്ടി നിന്റെ പുറകെ എങ്ങനെ വരാനൊന്നും എന്നെ കിട്ടൂല. നീ വന്നേ പറ്റൂ. അതിനെന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. എന്ത് വേണേലും ചെയ്തു തരോ? നിന്നെ അവിടെ തിരിച്ചു കൊണ്ടെത്തിക്കുക എന്നുള്ളത് എന്റെ ആവശ്യമായി പോയി. പറഞ്ഞു, നിനക്ക് എന്താ വേണ്ടത്? ഞാൻ തിരിച്ചു വരണമെങ്കിൽ എനിക്കൊരു കണ്ടീഷനുണ്ട്. എന്ത് കണ്ടീഷൻ? ഞാൻ പറയാം. എന്റെ ഈ നിബന്ധനകൾ അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഈശ്വരമംഗലത്തേക്ക് തിരികെ വരാം. അല്ലെങ്കിൽ ഞാനും പ്രണവും ഏതെങ്കിലും വാടക വീട്ടിൽ പോയി താമസിച്ചോളാം. എന്തു പറയുന്നു?